പരിപ്പ് വടക്ക് തുളയില്ലാത്തതിനെ കുറിച്ച്. ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സമാധാനമാണ് അല്ലേ? ഞാൻ ഇപ്പോൾ അങ്ങനെ കേട്ടോ വിശ്വസിക്കുന്നത്. ഒരു സമയത്ത് ഞാൻ കരുതിയിരുന്നു സമ്പാദ്യം എന്ന് പറയുന്നത് പണം, എത്രത്തോളം പണം ഉണ്ടോ അതാണ് സമ്പാദ്യം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സമാധാനമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത്. ഒരു ദിവസം രാത്രി സമാധാനമായിട്ട് കിടന്ന് രാവിലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സന്തോഷത്തോടു കൂടി എണീക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ധനികന്. ഞാൻ അങ്ങനെ കേട്ടോ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടെൻഷനുള്ള, കാരണം അറിയാത്ത ഒരുപാട് സങ്കടമുള്ള ഒരു ദിവസമായിരുന്നെങ്കിൽ ഇന്ന് അൽഹംദുലില്ലാ നല്ലൊരു ദിവസമാണ്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് കിടന്നത്, കാരണം ഒക്കെ ഒരുക്കിയിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഫ്രീ ആണ്, മെൻ്റലിയും ഫിസിക്കലിയും ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിക്ക ഉമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി വരാറുണ്ട്, മോനെയും കൊണ്ടുപോയി. അപ്പം ഞാൻ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്യായിരുന്നു, മോനില്ലാത്ത സമയത്ത് ചെയ്യാനാണ് ഒന്നുകൂടെ സൗകര്യം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് തന്നെ വേറെയും കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. കോണ്ടൻറ് റൈറ്റിങ്ങിൻ്റെ അതിൽ ChatGPT അങ്ങനെയൊക്കെ നമ്മൾ മോഡൽ നോക്കാനും റെഫർ ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ വീട്ടിൽ മാത്രം ഇരിക്കുന്ന, വീട്ടുജോലി മാത്രം ചെയ്യുന്ന സ്ത്രീകളുടെ ഒരവസ്ഥ, അതിന് പകരം വെക്കാനും വേറൊരു കാര്യമല്ല എന്നുള്ളത്. എത്ര ഡെവലപ്മെൻറ്റ് വന്നാലും ഇതിനൊരു അവസാനമല്ലല്ലോ എന്ന് വിചാരിക്കും. പുറത്ത് പോയിട്ട് വല്ല പണിയും ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ലൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരു പേയ്മെൻറ്റും ഇല്ലെന്നാൽ ഒരു ഒഴിവും കിട്ടൂല. ഒന്ന് കഴിയുമ്പോഴേക്കൊന്ന് ഞാനും മോനും ഹസ്ബൻഡും മാത്രമായിട്ട് തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ ഓഫീസ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ ഈ കുറേ കുട്ടികളും ജോയിൻറ്റ് ഫാമിലിയൊക്കെ ഉള്ള വീട്ടിലത്തെ സ്ത്രീകളുടെ അവസ്ഥ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവരെല്ലാവരും സഹകരിച്ചിട്ട് എല്ലാവരും എടുക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ല ഒരാൾ മാത്രം ഇതാക്കിയിട്ട്, പിന്നെ നമ്മൾ സോഷ്യോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഓരോ ഫാമിലി, അതിൽ ചില ഫാമിലിയിൽ ഒരാൾ മാത്രം എടുക്കുക, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും പിന്നെ ഏതും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമ്പോൾ നല്ല ഫാമിലി ലൈഫ് ഉണ്ടാവും, അത് വേറെ വിഷയം. പക്ഷേ ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന തോന്നുന്നില്ല. എന്താ അറിയില്ല കേട്ടോ, എൻ്റെ ചിലപ്പോൾ തെറ്റായി തോന്നലാവും. അപ്പൂസും ഉമ്മാൻ്റെ അടുത്തുനിന്ന് പോയി വന്ന് അപ്പൂസ് കുറച്ച് നാളികേരം പൊളിക്കണമൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. എണ്ണ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവൻ ഇരുന്നിട്ട് ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. അവൻ ഉറങ്ങിയിട്ട് വേണം എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. അവനെ ഞാൻ പൊതുവേ തൊട്ടിയിലൊക്കെ കിടത്തി ശീലമല്ല കേട്ടോ. തൊട്ടിയെ ഒഴിവാക്കിയിട്ട് കുറേ കാലമായി, ഒരു 7 മാസമൊക്കെ ആയപ്പോൾ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഊഞ്ഞാലുണ്ടല്ലോ അതിൽ കിടന്ന് അവൻ ഉറങ്ങുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. വേഗം ഉറങ്ങും ചെയ്യും. അപ്പോൾ അതിൽ കിടത്തിയിട്ടാണ് അവനെ ഉറക്കൽ. പിന്നെ ഉറങ്ങിയതിന് ശേഷം മാറ്റി കിടത്തലാണ് സാധാരണ. ഞാൻ താഴേക്ക് കെട്ടി കൊടുക്കൽ, അവന് സ്വന്തമായിട്ട് കയറാൻ നോക്കും, അപ്പോൾ വീഴോ എന്നുള്ള പേടിയാണ്. അപ്പോൾ അവൻ ഉറങ്ങി വന്നപ്പോഴേക്കും ഏകദേശം കുറേ നാളികേരം പൊളിച്ചിട്ടുണ്ട്. വീട് താമസം മാറിയിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് എണ്ണ വാങ്ങുന്നത്. അത് അവിടെ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ കുക്കറിൽ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. റേഷൻ അരി കൊണ്ടാണ് വെച്ചത്. അപ്പോൾ വേഗം വേവും ചെയ്യും, ഒറ്റ വിസിലിൽ ഓഫാക്കി. പിന്നെ ബീഫ് ഇന്നലെ സെറ്റാക്കി വെച്ചോണ്ട് തന്നെ ഇന്ന് അതൊന്ന് ചൂടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് രാത്രി പണികളൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ രാവിലെ കുറേ ടൈം കിട്ടും. ഫ്രീ ടൈം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറേ ഡ്രസ്സ് ശരിയാക്കാനുണ്ടായിരുന്നു. നല്ല ലൂസുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു, പിന്നെ പോകുന്ന കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ എടുത്തിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ലൂസിലാണ് ഞാൻ ഇട്ടിരുന്നത്. പൊതുവേ ഞാൻ ഡ്രസ്സൊക്കെ എപ്പോഴും ലൂസിൽ തന്നെയാണ് ഇടാറുള്ളത്, എനിക്ക് ടൈറ്റിലിടുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ശരിയാക്കിയതാ. ചോറ് ഇവിടെ സെറ്റാട്ടോ, പാകത്തെ വേവായിട്ടുള്ളൂ. അപ്പോൾ മോൻ എണീറ്റപ്പോൾ ഞാൻ അവൻ ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറും തൈരും പുളിഞ്ചിയും ബീഫൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇക്കാക്ക അപ്പോഴേക്കും ട്രിപ്പും വന്നു. അപ്പോൾ നാളികേരം പൊളിക്കലൊക്കെ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം അയച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് മാറ്റുന്നത് കണ്ടാലേ, ഷർട്ട് ഇടുക അല്ലെങ്കിൽ പാൻറ് ഇടുകയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ അപ്പൂസ് അപ്പോൾ കൂടാൻ നോക്കൂ കേട്ടോ. കാരണം അവന് പുറത്ത് പോകണത് ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാൻ്റെ കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ഇക്ക പോയാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ, അവനും ഞാനും കൂടെ ആകുമ്പോൾ എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആദ്യം തന്നെ വേഗം ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും, ഇല്ലെങ്കിൽ ഇക്ക പോയാൽ എനിക്ക് പിന്നെ ഒന്നും നടക്കൂല. ഇക്ക പോവുകയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ്റെ ഭാവം മാറൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് കളിച്ചുകൊണ്ടിരിക്കുന്ന അവന് വേഗം ഇറങ്ങി വരാൻ നിൽക്കുകയാണ്. കണ്ടോ, ഇക്കാൻ്റെ പിന്നാലെ കൂടിയിട്ട് കരയാണ്, നല്ല കരച്ചിലാണ്.
അപ്പോൾ ഇക്ക പറഞ്ഞ് പാൽ കൊടുത്തിട്ടൊക്കെ ഒന്ന് കിടത്തി നോക്കുക എന്നിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. കണ്ടോ ആൾ പിന്നാലെ നടക്കുക കേട്ടോ. പല വഴിക്കും ഇക്ക ശ്രദ്ധ മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇക്കാൻ്റെ കൂടെ തന്നെ നടക്കുക. അതിപ്പോൾ എന്നല്ല, എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം അവന് പുറത്ത് പോകണം ഇഷ്ടമാണ്. ഇനിയിപ്പോൾ പുറത്തെന്ന് പറഞ്ഞാൽ മുറ്റത്ത് കൂടെ ഇറക്കി വിട്ടാലും അവന് ഓക്കെയാണ്. ഞാൻ മുറ്റത്ത് തന്നെയാണ് അധികം മുറ്റത്ത് കൂടെ വിടലുണ്ട്. പക്ഷേ വീടിൻ്റെ അകത്ത് എനിക്ക് പണി ഉണ്ടാകുമ്പോൾ അവനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാൻ പറ്റൂലല്ലോ, എനിക്ക് ടെൻഷനാണ്. അതുകൊണ്ട് ആ ടൈമിലൊക്കെ അകത്ത് കയറ്റിയിടലാണ്. അപ്പോൾ ഇക്ക പോയിട്ട് ഇക്കാനെ തിരഞ്ഞിട്ട് കിച്ചണിക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇക്ക പോയി കരഞ്ഞതൊന്നുമില്ല, കുറച്ച് നേരം അങ്ങനെ ഇതായിട്ട് പിന്നെ ഞാൻ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവനെ ഉറക്കിയിട്ട് ഞാൻ വന്നപ്പോൾ ഇതാ പൊട്ടിച്ച് വെച്ചിനൊരു നാളികേരമുണ്ട്, അത് മുഴുവൻ പൂച്ച തിന്നിട്ടുണ്ട്. അവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാനും ഒന്ന് കുളിച്ചു. നല്ല സുഖമുണ്ട്. കണ്ടോ ഞാൻ ഡ്രസ്സ് ശരിയാക്കിയില്ല, ആ ഡ്രസ്സാട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പൂസ് ഇതാ അവിടെ ഉറങ്ങുന്നുണ്ട്. ഒരു സമാധാനം, നല്ല തണുപ്പുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സുഖം. ഇപ്പോൾ ഫ്രീ ടൈം കിട്ടിയപ്പോൾ കുറേ ഡ്രസ്സ് ഉണക്കിയത് മടക്കി വെക്കാണ്ടായിരുന്നു. ഇത് എനിക്ക് ഇക്കാൻ്റെ ഉമ്മ തന്ന മാക്സി കേട്ടോ. ഉമ്മാക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ്. ഞാൻ മാക്സി ഒഴിവാക്കണം എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ എങ്ങനെയായാലും ഈ ചുരിദാർ ഇടുന്നതിന് പകരം വേഗം പോവുക മാക്സിമക്കാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് ഒക്കെ ഓർഡർ ആക്കിയപ്പോഴേക്കും അപ്പൂസ് എണീറ്റ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഹാളിൽ ഇരുന്നിട്ട് അവനെയും കൊണ്ട് ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ MES പഠിക്കുന്ന സമയത്ത് PGൻ്റെ സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മാഗസിനാണ്. അപ്പോൾ ഞാനതിൽ എൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് അവനിങ്ങനെ വായിച്ചു കൊടുക്കുകയൊക്കെയാണ്. അതിൽ ഞാൻ എഴുതിയൊരു കവിത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൊല്ലിക്കൊടുക്കണം. അതുകൊണ്ടാണ് അവൻ ഓടി രക്ഷപ്പെടുന്നത് കേട്ടോ. ഞാൻ ട്രൈപോഡിലാണ് ഇപ്പോൾ ഈ ടൈമിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് നേരെ ഓടിപ്പോയിട്ട് ആ ക്യാമറ എടുക്കാനുള്ള പരിപാടിയാണേ. അപ്പം ഞാൻ അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നോ എന്ന് പറഞ്ഞാൽ അപ്പൂസ് അതേ ചെയ്യുള്ളൂ കേട്ടോ. അത് കുട്ടികളൊരു സ്വഭാവമാണല്ലോ. നമ്മൾ നോ പറയുന്നതിന് പകരം വേറെ രീതിക്ക് അവരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ അവൻ എണീറ്റിട്ട് ക്യാമറ എടുത്തപ്പോൾ ഞാനത് പിടിക്കുക കണ്ടോ. ഞാൻ പിടിക്കണത് കണ്ടപ്പോൾ അവന് ചിരിക്കട്ടോ, ഓടി ചെല്ലണത് കണ്ടപ്പോൾ. അങ്ങനെ അവനും ഞാൻ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ അവന് ഫോൺ എടുത്തിട്ട് അവൻ തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുക കേട്ടോ. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊക്കെ തന്നെയല്ലേ അവനും കാണുന്നത്. ഫോണ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പരമാവധി ഞാൻ കൊടുക്കാതിരിക്കലാണ്. ഇനിയിപ്പോൾ ഒരു സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഒരു ഫോണുണ്ട്, അത് കൊടുത്താലും അവനറിയും അത് പറ്റില്ല എന്നുള്ളത്. ഞാൻ പരമാവധി ഒഴിവാക്കി വിടലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ കിച്ചണിൽ വന്നിട്ട് അവൻ്റെ ടോയ്സൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ്. അവനിപ്പം തന്നെ ഞാനൊക്കെ തിരിച്ച് പെറുക്കിയിടാൻ ശീലിപ്പിക്കലുണ്ട് കേട്ടോ. എപ്പോഴൊന്നും അനുസരിക്കില്ല. 1 വയസ്സും 4 മാസവും പ്രായമായിട്ടുള്ളല്ലോ. പക്ഷെ എന്നാലും അവന് എൻ്റെ കൂടെ സഹകരിക്കലുണ്ട് എന്നുള്ളതാണ് സത്യം. ഒക്കെ നമ്മൾ ശീലിപ്പിക്കുന്നതാണല്ലോ. അങ്ങനെ പിന്നെ അവന് ഞാൻ ഒരു സെറ്റ് ബോർഡ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഷോന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ള ബുക്സാണ്. വെജിറ്റബിൾസ്, നമ്പേഴ്സ്, അനിമൽസ് അങ്ങനെയൊക്കെയുള്ള ഒരു ബുക്കാണ്. ബോർഡ് ബുക്ക് എനിക്ക് തോന്നുന്നു 200 രൂപക്ക് താഴെ വന്നിട്ടുള്ളൂ എന്നാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അവർക്ക് ഓരോ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പഠിപ്പിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ബുക്കാണ്. പിന്നെ ഹാൻഡിൽ ചെയ്യാനും സുഖമാണ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ഫ്രൂട്ട്സൊക്കെ അതിലുണ്ട്. പിന്നെ ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെയും അത്ര ഫെമിലിയർ അല്ലാത്തത് പിന്നെ ബേർഡ്സ് ആണെന്നുള്ളതാണ്. അത് പിന്നെ അത്ര നമ്മൾ കണ്ട് പരിചയമില്ലാത്തതാണ്. 6 സെറ്റിനാണ് ഈ പറഞ്ഞ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് തരാം. ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ കോഴികൾക്ക് കൊണ്ടുവച്ചിട്ടുള്ള അരി എടുത്തിട്ട് കളയായിരുന്നു. പിന്നെ അവൻ ഉറങ്ങിട്ടോ. കുറച്ചൊരു 10:30 ആയപ്പോഴേക്കും അവൻ ഉറങ്ങി. ആ സമയത്താണ് ഞാൻ പിന്നെ എൻ്റെതായിട്ടുള്ളൊരു ടൈം എടുക്കൽ കേട്ടോ. വായിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും എല്ലാത്തിനുള്ള ടൈം എടുക്കൽ അപ്പോഴാണ്. ആ സമയത്ത് ഞാൻ പരമാവധി ഫോൺ ഒഴിവാക്കി വെക്കലാണ്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ബുക്കൊക്കെ വായിക്കൽ അപ്പോഴാണ്. എഴുതലൊക്കെ എൻ്റെ ടൈം തുടങ്ങുന്നുള്ളൂ. സാധാരണ എനിക്ക് രാത്രിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. രാത്രി 2-3 മണി വരെയൊക്കെ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ടൈം എടുക്കലുണ്ട്. ഇക്കല്ലാത്ത ദിവസം കൂടിയാണെങ്കിൽ ഇക്ക ജോലിക്ക് പോയ ചില ദിവസം, എപ്പോഴൊന്നുമില്ല, ചില ദിവസം രാത്രി വീട്ടിലുണ്ടാവില്ല. ആ സമയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു സമാധാനം തരുന്നത്. ഇക്ക വേണം, ഇക്ക ഉണ്ടാവണം, അതൊക്കെ ഓക്കെയാണ്. ചില സമയത്ത് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ടൈം വേണം തോന്നലുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇക്കയില്ലാത്ത ഈ ഒരു ദിവസം ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കലാണ്. അതൊരു സമാധാനമാണ്. നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ചിലപ്പം കരയും, ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ സ്പെൻഡ് ചെയ്യും, കുറേ എഴുതും, അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ ഞാൻ എന്താണെന്നുള്ളതും ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും എന്തൊക്കെ ചെയ്തത് തിരുത്തണമെന്നും അങ്ങനെയൊക്കെ. പിന്നെ കുറേ നെഗറ്റീവ് കാര്യങ്ങളും കഴിഞ്ഞു പോയ വിഷമങ്ങൾ വരും, സന്തോഷങ്ങൾ വരും. അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്ന കുറച്ച് മൊമെൻറ്റ്സാണ് കേട്ടോ ഇത്.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോയി. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.